ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപ. ഇതെൻ്റെ പുതിയ വീഡിയോ ആണ്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഉപയോഗിക്കുന്നത് ഇതുപോലുള്ള 2 സിലിക്കോൺ മോഡ്സിൽ മൈക്ക പൗഡറും UV റെസിനും ഉപയോഗിച്ച് കൊണ്ടുള്ള ഇയറിംഗ് സ്റ്റഡ്സാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മോൾഡ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. മോൾഡ് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി ഞാനിവിടെ സെല്ലോ ടൈപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സിലിക്കോൺ മോഡ്സിൽ ഇരിക്കുന്ന റസ്റ്റായിട്ടുള്ള ഗ്ലിറ്റേഴ്സ്, റെസിൻസ്, അതുപോലെയുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസൊക്കെ നമുക്ക് ഈസി ആയിട്ട് സെല്ലോ ടാപ്പ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാൻ കഴിയും. ഇനി നമുക്ക് മൈക്ക പൗഡർ എടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് കളേഴ്സ് മൈക്ക പൗഡർ എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ അടുത്തതായി നമ്മൾ UV റെസിനാണ് എടുത്തിരിക്കുന്നത്. UV റെസിൻ ഹാർഡാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ വേണ്ടത് UV ലൈറ്റ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളിതിൽ റെസിനിലോട്ട് മൈക്ക പൗഡർ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നില്ല. അതിനു പകരം നമ്മളിതുപോലൊരു ബഡ്സോ അല്ലെങ്കിൽ ബ്രഷോ ഉപയോഗിച്ച് നമ്മൾ ഇതിനുള്ളിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തുന്ന രീതിയിൽ തന്നെ നമുക്കിത് നന്നായിട്ട് ബ്രഷ് ചെയ്തെടുക്കാം. വളരെ ഈസിയായി തന്നെ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഇയറിങ്സ് മെത്തേഡാണിത്. അങ്ങനെ നമ്മൾ 2 മോൾഡും ബ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് മൈക്ക പൗഡർ. ഇനി നമുക്കിതിനുള്ളിലേക്ക് UV റെസിൻ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആദ്യം ഫസ്റ്റ് ലെയർ ഒഴിച്ച് നമ്മളത് ക്യൂർ ചെയ്തതിന് ശേഷമാണ് അടുത്ത ലെയർ ഒഴിക്കുന്നത്. കാരണം ഇതിന് മുൻപിലുള്ള വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, UV റെസിൻ വളരെ തിക്നെസ് കുറഞ്ഞ സർഫസുകളിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കട്ടി കൂടുകയാണെങ്കിൽ അത് ക്യൂർ ചെയ്യാൻ ഒത്തിരി ടൈം എടുക്കും. അപ്പോൾ കുറഞ്ഞ ഫ്ലാറ്റായിട്ടാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ നമുക്ക് കാസ്റ്റ് ചെയ്തെടുക്കാൻ കഴിയും. അതിനുശേഷം നമ്മൾ UV ലൈറ്റ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ 30 സെക്കൻഡാണ് UV ലൈറ്റ് അപ്ലൈ ചെയ്തത്. അപ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് ലെയർ അത് സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ സെക്കൻഡ് ലെയർ അപ്ലൈ ചെയ്യുന്നുണ്ട്.
നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ സ്ക്രീനിലും അതുപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എപ്പോക്സി റെസിൻ ആൻഡ് UV റെസിൻ ആർട്ടിനെ കുറിച്ചുള്ള എന്ത് സംശയങ്ങൾക്കും എന്നെ ഡയറക്റ്റായി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സ്റ്റഡ്സ് എല്ലാം സെറ്റായിട്ടുണ്ട്. നമുക്കത് ഡിമോൾഡ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ ഫിഷ് സ്കെയിൽ ഡിസൈനുള്ള ഒരു മോൾഡാണ്. അടുത്തതെന്ന് പറയുന്നത് ഡ്രൂസി എഫക്റ്റ് ഉള്ള ഒരു മോൾഡാണ്. അപ്പോൾ അതിൽ ഈ 2 മോഡലും കാസ്റ്റ് ചെയ്തെടുത്തതാണിത്. അപ്പോൾ ആ ഫിഷ് സ്കെയിലൊക്കെ നമുക്ക് നന്നായിട്ട് തന്നെ നല്ല ഗ്ലേസിങ്ങിൽ കാണാൻ കഴിയും. ഇനി നമുക്ക് ഡയറക്റ്റ് ഇതിൻ്റെ പുറകിൽ ഇയറിംഗ് സ്റ്റഡ്സിൻ്റെ നമുക്കിതുപോലുള്ള മെറ്റൽ ഫ്രെയിംസിനുള്ളിൽ ഇത് അറ്റാച്ച് ചെയ്തെടുക്കാം. ഗ്ലൂ ഉപയോഗിച്ചോ അല്ലെങ്കിൽ UV റെസിൻ ഉപയോഗിച്ച് തന്നെ നമുക്കിത് ഇതിനുള്ളിൽ ഒട്ടിച്ചെടുക്കാവുന്നതാണ്. കണ്ടില്ലേ, വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് നിമിഷ നേരം കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഇയറിംഗ് സ്റ്റഡ്സാണിത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ തീർച്ചയായും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു പുതിയ വീഡിയോയിൽ കാണാം. താങ്ക് യു.